കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന പിന്നെയും കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം ഇടയാക്കില്ലോ. കൊലോസ്യ ലേഖനമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കൊലോസ്യ ലേഖനം അതിന്റെ 2-ാം അധ്യായം 16-17 വാക്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മൾ ഇന്നലെ 15-ാം വാക്യം വരെയാണ് പഠിച്ചത്. ആമേൻ. വളരെ ഗഹനമായ വിഷയമാണ് ഇതും. ഇന്ന് വിഷയം പഠിക്കുമ്പോൾ ഒത്തിരി പഠിക്കാനുണ്ട്, ഒത്തിരി വാക്യങ്ങൾ വായിക്കാനുണ്ട്. നമുക്ക് വായിക്കാം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 16-17 വേദഭാഗം ഒരാൾ ശബ്ദമുയർത്തി വായിച്ചാട്ടെ. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരിക്കുന്നവരുടെ നിഴലത്രേ. ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത്. ഭക്ഷണപാനീയങ്ങളെ സംബന്ധിച്ച് ഒരു വിശ്വാസി വിധിക്കപ്പെടാതിരിപ്പാൻ അപ്പോസ്തലൻ ഇവിടെ നമ്മളെ പഠിപ്പിക്കുക. അപ്പം ഇതുവരെ അപ്പോസ്തലൻ അനേക കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. തെറ്റായ പഠനങ്ങൾ ഉണ്ടായിരുന്നു ആ കൊലൂസ്യ സഭയിലെ തത്വജ്ഞാനികളും അവിടെ ഒത്തിരി പഠിപ്പീരുകാരും കയറി വന്നിട്ട് അവരെ തെറ്റിക്കുന്ന അവസ്ഥകൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിന്റെ നടുവിൽ അവർ തെറ്റിപ്പോകാതിരിപ്പാൻ തക്കവണ്ണം ജ്ഞാനവാദികളായിട്ടുള്ള എസേന്യർ അവരുടെ സ്വന്തം വിലക്കുകൾ കൽപ്പിച്ച് ആചാരങ്ങളെ ന്യായപ്രമാണത്തോട് കൂട്ടിച്ചേർത്തിട്ട് അവരെ പല കാര്യങ്ങൾ പഠിപ്പിച്ചു. എന്നാൽ ഈ പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്നും ആമേൻ ചില കാര്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് ഖണ്ഡിക്കുകയും ഉറപ്പിച്ചവരെ പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. ആമേൻ. പഴയ നിയമം ആമേൻ നിഴലായിട്ട് കാണിച്ചുകൊണ്ട് അത് ക്രിസ്തുവേശുവിൽ നിറവേറ്റിയിരിക്കുന്നുവെന്ന് അപ്പോസ്തലൻ പഠിപ്പിക്കുമ്പോൾ, നിഴൽ ഒരു വസ്തു ഉണ്ടാക്കുന്ന പ്രതിബിംബം മാത്രമാണ്. ക്രിസ്തുവിനെ കണ്ടെത്തിയവർ ഒരിക്കലും പഴയ നിഴലിനെ പിന്തുടരേണ്ട ആവശ്യമില്ല. ആ പഴയ നിഴൽ എന്തൊക്കെയാണെന്നാണ് ഇവിടെ നമ്മളെ അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. ആമേൻ. നമുക്ക് വായിക്കാം. കൊലോസ്യ ലേഖനത്തിന്റെ ഈ 2-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. ആമേൻ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഉപദേശവും ജീവിതവും തമ്മിൽ വളരെ ബന്ധമുണ്ട്, ഒരു ഉറ്റ ബന്ധമാണ്. പലപ്പോഴും നമുക്ക് ഉപദേശിക്കാൻ എളുപ്പമാണ്. ആമേൻ. പലപ്പോഴും ഉപദേശം മുന്നിൽ നിൽക്കുമ്പോൾ ആമേൻ ജീവിതം പുറകിലായി പോവുകയാണ്. കർത്താവ് പല കാര്യങ്ങൾ ആമേൻ തന്റെ ജീവിതാനുഭവത്തിലൂടെ പഠിപ്പിക്കുമ്പോൾ ആമേൻ അപ്പോസ്തലനായ പൗലോസും ക്രിസ്തുവിന്റെ വ്യക്തിത്വവും വേലയും സംബന്ധിച്ച് ആമേൻ തെറ്റായ ധാരണകൾ ഈ പ്രായോഗിക ജീവിതത്തിൽ മനുഷ്യൻ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുമ്പോൾ ആമേൻ കൊലോസ്യയിൽ തലപൊക്കിയിരുന്ന ആമേൻ തത്വജ്ഞാനവും വെറും വഞ്ചനയും ആമേൻ ആ ജനത്തെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ചില പഠിപ്പീരുകൾ അവിടെ ഉണ്ട്. ന്യായ പ്രമാണത്തില് ആമേൻ വേണ്ടാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് അവരെ തെറ്റിക്കുന്ന അനുഭവങ്ങളാണ്. കൊലോസ്യ വേദ വിപരീതത്തിന്റെ ആമേൻ പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്ന ആമേൻ ചില കാര്യങ്ങൾ ഇവിടെ അപ്പോസ്തലൻ എഴുതിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണുന്നത് ഇതാണ്. അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, അമാവാസി, ശബത്ത് എന്നിവയുടെ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനുള്ളവയുടെ നിഴൽ മാത്രമാണ്. യഥാർത്ഥമായതോ ക്രിസ്തു അത്രേ. അപ്പൊ നിഴലാണ്. ആമേൻ. യഥാർത്ഥമായത് ക്രിസ്തുവാണ്. അപ്പോൾ ഇതുവരെയും അപ്പോസ്തലൻ സ്ഥാപിച്ച കാര്യങ്ങളുടെ വെളിച്ചത്തിൽ ഇനിയും ആവർത്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ആമേൻ തുടർന്ന് പറയുന്നു. ന്യായ പ്രമാണത്തിലെ കർമാചാരങ്ങളെ, വിലക്കുകളെ എന്നിവയ്ക്ക് പുതിയ നിയമത്തിൽ വിശ്വാസിയുടെ മേൽ ഒരു സ്വാധീനതയും ഇല്ല എന്ന് തെളിയിക്കുകയാണ്. ലേവ്യ പുസ്തകം 11-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 11-ാം അധ്യായത്തിലും 14-ാം അധ്യായത്തിലും ഭക്ഷണം സംബന്ധിച്ച് ചില നിർദ്ദേശങ്ങളും വിലക്കുകളും കൽപ്പിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ ആ അധ്യായങ്ങൾ നിങ്ങൾ 11-ാം അധ്യായവും 14-ാം വാക്യവും നിങ്ങൾ വീട്ടിൽ വ്യക്തമായിട്ടിരുന്ന് വായിക്കണം. നിങ്ങൾക്കത് ഏത് ഇനത്തിൽപ്പെട്ടത്, പക്ഷികളിൽ ഏത് കഴിക്കണം, മത്സ്യങ്ങളിൽ ഏത് കഴിക്കണം, മൃഗങ്ങളിൽ ഏത് കഴിക്കണം, ശുദ്ധിയുള്ളവ ഏത്, ശുദ്ധിയില്ലാത്തവ ഏത്, വ്യക്തമായിട്ട് വേർതിരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. പഴയ നിയമത്തിൽ അങ്ങനെ ഒരു വേർതിരിവുണ്ട് എന്ന് പറഞ്ഞാൽ ആവിധ നിബന്ധനകൾ പുതിയ നിയമ വിശ്വാസിക്ക് ബാധകമല്ല എന്ന് ആമേൻ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ 1 തീമോത്തിയോസ് 4-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആമേൻ. ഒന്ന് വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 11 മുതൽ 15 വരെയുള്ള വേദഭാഗം. ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തുപ്പട്ടി പോലെ 4 കോണും കെട്ടിയിട്ട്
ഭൂമിയിലേക്ക് ഇറക്കി വിട്ട ഒരു പാത്രം വരുന്നതും അവൻ കണ്ടു. അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു. പത്രോസേ, എഴുന്നേറ്റ് അറുത്ത് തിന്നുക എന്നൊരു ശബ്ദമുണ്ടായി. അതിന് പത്രോസ്, ഒരിക്കലും പാടില്ല കർത്താവേ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ. ആ ശബ്ദം 2-ാം പ്രാവശ്യം അവനോട്, ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞു. ഇങ്ങനെ 3 പ്രാവശ്യം ഉണ്ടായി. ഉടനെ പാത്രം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു. കണ്ടോ? അവിടെ അപ്പോസ്തലനായ പത്രോസിനുണ്ടായ ഒരു ദർശനമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ആകാശം തുറന്നിരിക്കുന്നതും 4 കോണുകളും കെട്ടിയ വലിയ വിരി പോലുള്ള ഒരു പാത്രം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. അതിന്റെ അകത്ത് പത്രോസേ, എഴുന്നേറ്റ അറുത്തു ഭക്ഷിക്ക എന്നൊരു ശബ്ദമുണ്ടായി. ഹല്ലേലൂയ. യഹൂദന് നിഷിദ്ധമായിരുന്ന പല കാര്യങ്ങൾ തനിക്ക് അതിൽ കൂടി എങ്ങനെ അത് ഉപയോഗിക്കുമെന്നുള്ള ചിന്ത തന്നെ ഭരിച്ചു. എന്നാൽ അവൻ അതിനെ തിരസ്കരിക്കുമാറ്, ഒരിക്കലും പാടില്ല കർത്താവേ, മലിനമോ അശുദ്ധമോ ആയ യാതൊന്നും ഞാൻ ഒരിക്കലും ഭക്ഷിച്ചിട്ടില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇതാ കർത്താവ് ശുദ്ധീകരണത്തിലേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ അവന്റെ ജീവിതത്തിൽ 2-ാം പ്രാവശ്യവും അവനോട് പറഞ്ഞു, ദൈവം ശുദ്ധീകരിച്ചത് നീ അശുദ്ധമെന്ന് പറയരുത്. ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടി നൽകി തരുന്ന ഓരോ കാര്യങ്ങളും ഹല്ലേലൂയ അവൻ ശുദ്ധീകരിച്ചതാണ്. അങ്ങനെ 3 പ്രാവശ്യം ഉണ്ടായി. ഉടൻ തന്നെ ആ പാത്രം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു. താൻ കണ്ട ദർശനം എന്തായിരിക്കുമെന്ന് പത്രോസ് ഉള്ളിൽ സംഭ്രമിക്കുമ്പോൾ കൊർന്നലിയോസ് അയച്ച പുരുഷന്മാർ ശീമോന്റെ വീട് ചോദിച്ചുകൊണ്ട് ആമേൻ പടിവാതിക്കൽ നിന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ തനിക്ക് വലിയ ആഴത്തിലുള്ള ഒരു ശുശ്രൂഷ തന്നിലൂടെ ചെയ്തെടുക്കുവാനുണ്ടായിരുന്നു. സത്യമേത സത്യകേടത് വ്യക്തമായി പഠിപ്പിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോടെ അവനെ ദർശനത്തിലൂടെ പഠിപ്പിക്കുകയായിരുന്നു. ആമേൻ. ഞാൻ ആ ഭാഗം അങ്ങനെ വിടുമ്പോൾ 1 തിമോത്തിയോസ് 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ആമേൻ ഇതിനെപ്പറ്റി എന്താണ് എഴുതിയിരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് വായിക്കാം. അവർ സ്വന്തം മനസാക്ഷിയിൽ ചൂടുവച്ചവരായി വിവാഹം വിലക്കുകയും സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർജിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്യും. 3-4 ചേർത്ത് വായിച്ചേ. അവർ സ്വന്തം മനസാക്ഷിയിൽ ചൂടുവച്ചവരായി വിവാഹം വിലക്കുകയും സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർജിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്യും. എന്നാൽ ദൈവത്തിന്റെ സൃഷ്ടി എല്ലാം നല്ലത്. സ്തോത്രത്തോടെ അനുഭവിക്കുന്നുവെങ്കിൽ ഒന്നും വർജിക്കേണ്ടതല്ല. ദൈവവചനത്താലും വിശദീകരിക്കപ്പെടുന്നുവല്ലോ. ദൈവം ശുദ്ധീകരിച്ചത് നമുക്ക് കഴിക്കാം. ദൈവത്തിന്റെ സൃഷ്ടി എല്ലാം നല്ലതാകുന്നു. അതാ തിരുവചനത്തിൽ പറയുന്നത്, സ്തോത്രത്തോടെ കഴിക്കാം. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, അന്നത്തെ ചില പഠിപ്പീരുകാരുണ്ടായിരുന്നു. ആ പഠിപ്പീരുകാര് പഠിപ്പിച്ച കാര്യങ്ങളാണ് ഇവിടെ അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത്. ഭക്ഷണപാനീയങ്ങളെ സംബന്ധിച്ച് ന്യായപ്രമാണത്തിൽ ചില നിബന്ധനകൾ ഉണ്ടായിരുന്നു. അപ്പോ അവർ ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് അന്ന് കാലത്ത് ജീവിച്ചിരുന്നത്. അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത് ഇങ്ങനെയാണ്, അവർ ആചരിക്കുന്ന ദിവസങ്ങൾ എങ്ങനെയുള്ളതാണ്, എങ്ങനെയുള്ളതാണ്, അതൊക്കെ നാം തിരിച്ചറിയണം. അപ്പോൾ അപ്പോസ്തലൻ പറയാ, ഭക്ഷണപാനീയങ്ങളെ സംബന്ധിച്ച് നാം എന്ത് ചെയ്യരുത്? ഈ ഭക്ഷണപാനീയങ്ങൾ വിശ്വാസിക്ക് വിധിക്കപ്പെടാനിട വരാതെ വണ്ണം അവർ കഴിക്കണം. ഇപ്പൊ നമ്മള് ഈ ഭാഗത്ത് വായിച്ചപ്പോൾ ദൈവം ശുദ്ധീകരിച്ചതിനെ നമുക്ക് കഴിക്കാം, പക്ഷെങ്കിൽ ദൈവഹിതമല്ലാത്തത് കഴിക്കാൻ പാടില്ല എന്നുള്ളതാ. എന്നാൽ അവര് അന്നത്തെ ആഘോഷങ്ങളെല്ലാം ആഘോഷിച്ചു. 2, അവരെന്ത് ചെയ്തു? അവർ ഓരോ ദിവസവും വിശുദ്ധമാണെന്ന് പറഞ്ഞു പെരുന്നാളുകൾ ആഘോഷിച്ചു. ഒരിക്കലും അവർ അവരുടേതായ ജീവിതത്തിൽ അവർ ശബ്ബത്തിന് ഇമ്പോർട്ടന്റ് കൊടുത്തു. ഇങ്ങനെയൊക്കെയാണ് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന എസ്സേന്യർ ജീവിച്ചിരുന്നത്. തെറ്റായ പഠിപ്പിക്കലുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഈ സന്യാസമതം, ഭൂത ആരാധന, ദർശനങ്ങൾ, ഇതെല്ലാം ഇവർ പറഞ്ഞിട്ട് കപട വിനയത്തിലേക്ക് ജനത്തെ കൊണ്ടുവന്നു. എന്നിട്ട് പറയുക, ഇങ്ങനെ ഭക്ഷണങ്ങളൊന്നും കഴിക്കുന്നതില് വലിയ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത്. പ്രാകൃത മനുഷ്യനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ള
ഒത്തിരി തെറ്റായ പഠിപ്പിക്കലുകൾ അവരെ പഠിപ്പിച്ചു. ഇപ്പൊ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഈ കൊലോസ്യ വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കുമ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, ദൈവം ശുദ്ധീകരിച്ചതിന് നിങ്ങൾക്ക് കഴിക്കാം, അത് സ്തോത്രത്തോടെ അനുഭവിക്കുന്നുവെങ്കിൽ ഒന്നും വർജിക്കേണ്ടതില്ല. ഇവിടെ നിങ്ങൾ വിവാഹം വിലക്കുകയും സത്യത്തെ ഗ്രഹിച്ചിരുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിക്കുവാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങൾ വർജിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്യുന്നു. ആര്? ഈ എസോന്യർ, ഈ ജ്ഞാനവാദികൾ. ഹല്ലേലൂയ. അവിടെ ഞാൻ പറഞ്ഞല്ലോ, കുറെ മതക്കാരുണ്ടായിരുന്നു, തെറ്റായ പഠിപ്പിക്കലുകൾ ഉണ്ടായിരുന്നു. ആ പഠിപ്പിക്കലിന്റെ കാരണത്താൽ ഈ ജനം എന്ത് ചെയ്തു? അവരുടെ ജീവിതത്തിൽ തെറ്റായ പഠിപ്പിക്കലുകൾ ജീവിതം നശിപ്പിക്കുവാൻ ഇടയായപ്പോൾ അപ്പോസ്തലൻ അവരോട് പറയുക, നിങ്ങൾ ഇതിലൊന്നും കുടുങ്ങിപ്പോകേണ്ട ആവശ്യമില്ല. വിശ്വാസത്തിൽ വന്ന ദൈവമക്കൾക്ക് ആമേൻ ആഹാരം, പാനീയം എന്നിവയ്ക്ക് യാതൊരു ആമേൻ വിലക്കും ഇല്ല എന്ന് ഹല്ലേലൂയ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദൈവം ശുദ്ധീകരിച്ചതിനെ നമുക്ക് കഴിക്കാം, ഭക്ഷിക്കാം. എന്നാൽ വേദപുസ്തകത്തിൽ ആമേൻ ലേവ്യ പുസ്തകം നമ്മൾ 11ഉം 14ഉം അധ്യായങ്ങളിലെ വിലക്ക് ആമേൻ പുതിയ നിയമത്തിൽ ഇല്ല എന്ന് സത്യമാ. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവമക്കളെ ചില വിലക്കുകൾ നമുക്ക് തരുന്നുമുണ്ട്. അങ്ങനെ ചിന്തിക്കണം. പഴയ നിയമത്തിൽ അല്ലായിരുന്നു ആ വിലക്കുകൾ, പുതിയ നിയമത്തിൽ ഇല്ലല്ലോ. പുതിയ നിയമത്തിൽ ദൈവം ശുദ്ധീകരിച്ചതിനെ കഴിക്കാമല്ലോ. അതല്ലേ തുപ്പട്ടി ഇറക്കിക്കൊണ്ട് പത്രോസിന് ദർശനം കൊടുത്തത്. ഹല്ലേലൂയ. നിങ്ങളത് വീട്ടിലിരുന്ന് ശരിക്ക് വായിച്ചാൽ മതി, നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാകും. ഇതെല്ലാം കൂടെ വിവരിക്കാൻ സമയത്തിന്റെ പരിമിതികൾ ഉള്ളത് കൊണ്ട് ഞാനിവിടെ കുറച്ച് ഭാഗം പറയുന്നു. സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഒരു മനുഷ്യനെ അശുദ്ധനാക്കുന്നത് പുറത്തുനിന്നും മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നുമല്ല. ഹല്ലേലൂയ. ഒരു മനുഷ്യനെ അശുദ്ധനാക്കുന്നത് അവന്റെ അകത്തു നിന്നും പുറത്തേക്ക് വരുന്ന കാര്യമാണ്. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 15-ാം വാക്യവും 18-ാം വാക്യവും, പുറത്തുനിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന ഏതൊന്നിനും അവനെ അശുദ്ധമാക്കുവാൻ കഴിയുകയില്ല. അവനിൽ നിന്ന് പുറപ്പെടുന്നതത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഇങ്ങനെ നിങ്ങളും ബോധമില്ലാത്തവരോ? പുറത്തുനിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന ഏതൊന്നിനും അവനെ അശുദ്ധമാക്കുവാൻ കഴിയുകയില്ല എന്ന് തിരിച്ചറിയുന്നില്ലയോ? അത് അവന്റെ ഹൃദയത്തിൽ അല്ല, വയറ്റിൽ എത്രയേ ചെല്ലുന്നത്. പുറത്തുനിന്നും കഴിക്കുന്നതല്ല, അകത്തു നിന്നും പുറത്തേക്ക് വരുന്നതാണ് ഒരുത്തനെ അശുദ്ധനാക്കുന്നത്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എന്നാൽ ഈ വേദഭാഗം അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ പുതിയ നിയമത്തിൽ യാതൊരു വർജനവുമില്ല എന്നാണ് ചിലർ ധരിച്ചിരിക്കുന്നത്. എന്തും കഴിക്കാം, എന്തും കുടിക്കാം, ആട്ടെ കഴിക്കുകയും കുടിക്കുകയും ചെയ്യാം, അത് അപ്പോസ്തലൻ പറഞ്ഞല്ലോ. പക്ഷെങ്കിൽ കഴുകാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ആന്തരിക ശുദ്ധിയുടെ മുൻഗണനയെ സ്ഥാപിക്കുകയായിരുന്നു ഇവിടെ കർത്താവ് ചെയ്തത്. അപ്പോ തിരുവചനത്തിലെ ആമേൻ ഈ ഭാഗങ്ങൾ നമ്മൾ കോർത്തിണക്കി പഠിച്ചാൽ ഭക്ഷണ പാനങ്ങൾ സംബന്ധിച്ച് പുതിയ നിയമത്തിലും ചില വിലക്കുകൾ ഉണ്ടെന്ന് കാണാനായിട്ട് കഴിയും. കർത്താവ് അതിന് വ്യക്തമായ തെളിവോടുകൂടിയാണ് ഈ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആ ഭാഗത്തേക്ക് പെട്ടെന്നൊന്ന് പ്രവേശിക്കാം. നമ്മൾ പഴയ നിയമത്തിൽ വിലക്കുകൾ ഉണ്ടായിരുന്നു, പുതിയ നിയമത്തിൽ ഒരു കുഴപ്പവുമില്ല, എന്ത് ഭക്ഷിക്കാം, നമുക്ക് ഏതും ഭക്ഷിക്കാൻ അവകാശം തന്നിട്ടുണ്ട്. എന്നാൽ ആമേൻ കർത്താവ് നമുക്കതിനുള്ള ആമേൻ മുൻകരുതലുകൾ ചെയ്യേണ്ടതും അരുതാത്ത കാര്യങ്ങൾ അരുതാത്ത ലെവലിൽ ചെയ്യരുതേ എന്നും അപ്പോസ്തലനോട് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോസ്തലനായ പൗലോസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കൊലോസ്യ ലേഖനം 2:16 ഇത് വായിച്ചത് ഇങ്ങനെയാണ്: അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ച് ഹല്ലേലൂയ നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കണം. പെരുന്നാള്, അമാവാസി, ശബത്ത് എന്നിവയുടെ കാര്യത്തിൽ ആര് നിങ്ങളെ വിധിക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇത് തെറ്റാണോ? ഹല്ലേലൂയ. ഭക്ഷണപാനീയങ്ങളാൽ വിശ്വാസികൾ വിധിക്കപ്പെടരുത്. ഞാൻ കേൾക്കാറുണ്ട് പുറത്തു പോകുമ്പം ഈ ഏറ്റവും കൂടുതൽ ഭക്ഷണപ്രിയരായിട്ടുള്ളവർ പെന്തക്കോസുകാരാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. സ്തോത്രം. നമ്മള് മറ്റുള്ള കാര്യങ്ങളൊന്നും കഴിക്കാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നത്, പെട്ടെന്ന് കിട്ടുന്നിടത്തു നിന്നൊക്കെ നമ്മള് ഭക്ഷണം ഇഷ്ടം പോലെ കഴിക്കും. അത് ഒരു ചൊല്ലല്ല, അതങ്ങനെ ചെയ്യുന്നതുമാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഭക്ഷണം ആമേൻ അധിഭക്ഷണം
പാപമാണ്. അതിഭക്ഷണം വിലക്കപ്പെട്ട ഒന്നാണ്. നമുക്ക് വായിക്കാം. തീത്തോസ് 1-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വേദഭാഗത്തേക്ക് ഒന്ന് കടന്നു വരാം. കർത്താവ് ഭക്ഷണപാനീയങ്ങളെ സംബന്ധിച്ച് പുതിയ നിയമത്തിൽ നമുക്ക് ചില വിലക്കുകൾ തന്നിട്ടുണ്ട്. അതാണ് വായിക്കാൻ പോകുന്നത്. തീത്തോസ് 1:12 ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ക്രേത്തർ എല്ലായ്പ്പോഴും വ്യാജം പറയുന്നവരും ദുഷ്ടജന്തുക്കളും മടിയന്മാരായ ഭോജന പ്രിയരുമാണെന്ന് അവരിൽ ഒരുവൻ, അവരുടെ ഒരു പ്രവാചകൻ തന്നെ പറഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ക്രേത്തരുടെ നടുവിൽ ഉണ്ടായിരുന്ന വ്യക്തികളിൽ, അവരുടെ പ്രവാചകന്മാരിലും അവരിലും ഒരാൾ പറഞ്ഞിരിക്കുകയാണ്. ആരാണ്? ഈ ക്രേത്തർ എല്ലായ്പ്പോഴും മടിയന്മാരാണ്. അവർ ഭോജനപ്രിയരാണ്. പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഭോജനപ്രിയം ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. അതിഭക്ഷണം ദൈവത്താൽ വിലക്കപ്പെട്ട ഒരു കാര്യമാണ്. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന്റെ ലേഖനത്തിലൂടെ നമ്മളെയും ഇന്ന് പകൽക്കാലം ഓർമ്മിപ്പിക്കുകയാണ്. ജീവിക്കാൻ വേണ്ടി കഴിക്കണം, ജീവിക്കാൻ വേണ്ടി ഭക്ഷിക്കണം, ഭക്ഷിക്കാൻ വേണ്ടി ജീവിക്കരുത്. ഇന്ന് ചിലര് ഭക്ഷിക്കാൻ വേണ്ടി ജീവിക്കുന്നവരാ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു അത് ദൈവത്തിന്റെ ഹിതത്തിന് യോഗ്യമല്ല. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 34-ാം വാക്യം കൂടി അത് കോർത്തിണക്കി വായിക്കുമ്പോൾ വ്യക്തമായിട്ട് നമുക്ക് ആ ഭാഗം മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഔവണ്ണം തന്നെ ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്ന് ഗ്രഹിപ്പിൻ. 34 നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. പുനരുത്ഥാനത്തെ കുറിച്ച് സദൂക്യരോട് കർത്താവ് പറയുമ്പോൾ യേശു കർത്താവ് പറഞ്ഞ കാര്യം കൂടിയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടന്റ് കൊടുക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾ അധിക ഭക്ഷണത്തിന് നിങ്ങളുടെ ശ്രദ്ധ ഒത്തിരി കൊടുക്കാൻ പാടില്ല. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ലൗകിക ചിന്തകളാലും ഭാരപ്പെട്ടിട്ട്. അപ്പോ യേശു കർത്താവ് ഇവിടെ പറയുകയാണ്, മനുഷ്യപുത്രന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അവരെ പഠിപ്പിച്ച് ആമേൻ അത്തിയുടെ ഉപമയും ആ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ട് പറയുക, മനുഷ്യൻ പുത്രന്റെ വരവിങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്. ദൈവമക്കളെ, നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? നിങ്ങളുടെ ജീവിതം ഉപജീവന ചിന്തകളാൽ നിങ്ങളുടെ ഹൃദയം കലങ്ങിയിരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താൽ, ആമേൻ, മദ്യപാനത്താല്, ലൗകികമായ ചിന്തകളാല് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക. നാളെ എന്ത്? ആമേൻ, വൈകിട്ട് എന്തുണ്ടാക്കും? ഉച്ചയ്ക്ക് എന്തുണ്ടാക്കും? ഏത് വിധത്തിൽ ജീവിതം മുന്നോട്ട് കഴിക്കും? ആമേൻ, കുഞ്ഞുങ്ങളുടെ കാര്യം എങ്ങനെ നോക്കും? ഇങ്ങനെയൊക്കെ ചിന്താകുലരായി ആമേൻ ദുഷ്ടനായി ഇവൻ നമ്മെ ഒതുക്കി കെട്ടുവാൻ ശ്രമിക്കുമ്പോൾ അവിടെ ലൂക്കോസ് പറയുകയാണ്, യേശുക്രിസ്തുവിന്റെ വാക്കുകൾ ഇവിടെ ലൂക്കോസ് എടുത്തു പറയുകയാണ്. ആ ദിവസം നിങ്ങൾക്ക് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. നമ്മൾ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. മനുഷ്യപുത്രന്റെ ആഗമനം അടുത്തിരിക്കുമ്പോൾ നമ്മൾ ഈ ലോകത്ത് എന്ത് ചെയ്യണം? ആമൻ, ഭക്ഷണത്തിന് വേണ്ടിയോ ഈ ലോകത്തിന്റെ മോഹത്തിന് വേണ്ടിയോ ആമൻ ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഒന്നും ജീവിതം ആമൻ വൃഥാവാക്കരുതേ. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ അപ്പോസ്തലൻ കൊലോസ്യ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടേതായ ജീവിതത്തിൽ ആമേൻ ഭക്ഷണപാനീയങ്ങൾക്ക് ഇമ്പോർട്ടന്റ് കൊടുത്ത് ജീവിക്കരുത്. കഴിക്കാൻ വേണ്ടി ദൈവം തരും. ആമേൻ, ഉണ്ണുവാനും ഉടുക്കുവാനും ഒക്കെ കർത്താവ് തരും. അങ്ങനെ ചെയ്യുന്നവർ എന്ത് ചെയ്യുക? ഹൃദയം കലങ്ങുകയാണ്. ഇവിടെ പറയുന്നു, ആമേൻ, വിലക്കാണ്. അതിഭക്ഷണത്തിന് വേണ്ടി നാം ബന്ധപ്പെടുന്നുവോ, അതിനു വേണ്ടി നാം രാപ്പകൽ അധ്വാനിക്കുന്നുവോ? ഭക്ഷിക്കണമെന്നാൽ അതിന് ഇമ്പോർട്ടന്റ് കൊടുത്താൽ അത് ദൈവത്തിന്റെ ആമേൻ കൽപ്പനയല്ല. കർത്താവ് അതുകൊണ്ടാ പറഞ്ഞത്, നിങ്ങൾക്ക് ആ ദിവസം പെട്ടെന്ന് കണി പോലെ വരും. കർത്താവിന്റെ വരവ് അടുത്തിരിക്കുമ്പോൾ നമ്മൾ ഇതിനു വേണ്ടി അങ്ങ് നെട്ടോട്ടം ഓടണ്ട. കർത്താവ് തരേണ്ടത് ദൈവമക്കളെ നമുക്ക് തരുമെന്നാണ് എന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. രണ്ടാമതായിട്ട് ഇവിടെ പറയുക, കുറെ വാക്യങ്ങൾ അവിടെ വായിക്കാനുണ്ട്. അതിഭക്ഷണത്തിന് വേണ്ടി ഒരു വിശ്വാസി ബന്ധപ്പെടണ്ട, മറിച്ച് എന്ത് ചെയ്യണം?
വിശ്വാസി ഉപവാസത്തിലും പ്രാർത്ഥനയ്ക്കും സമയം വേർതിരിക്കണം. പലപ്പോഴും ഇന്ന് ആർക്കും ഉപവസിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? ഷുഗറും പ്രഷറും ഒക്കെയാണ്. വിറയ്ക്കുമെന്ന് പറയുന്ന ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ, ദൈവമക്കളെ ഇന്ന് പകൽക്കാലം പറയട്ടെ, അതിഭക്ഷണം കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാതെ വരുന്നത്, അല്ലെ? അതിഭക്ഷണം വന്നിട്ട് അതെല്ലാം കൂടെ എന്തായിട്ട് മാറി? പെട്ടെന്ന് ആഹാരം വലിച്ചു വാരി കഴിച്ച് ഇതെല്ലാം കൂടി നമ്മുടെ ശരീരത്തിൽ കൊണ്ട് നമ്മള് കൊളസ്ട്രോൾ ആക്കിക്കൊണ്ട് വെക്കും. ഇതെല്ലാം ആക്കിക്കൊണ്ട് വെച്ചിട്ട്, സ്തോത്രം, അതിനെ വേണ്ടവണ്ണം കരളിനും നമ്മുടെ വേണ്ടതായ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് വേണ്ടവണ്ണം പ്രവർത്തിപ്പാൻ കഴിയാതെ വണ്ണം, ആമേൻ, സമയത്തെ ഇൻസുലിൻ ആമേൻ പ്രൊഡ്യൂസ് ചെയ്യുവാൻ കഴിയാതെ വണ്ണം ഒക്കെ ആക്കി വെച്ചിരിക്കുന്ന അവസ്ഥകൾ, സ്തോത്രം, ഈ നമ്മുടെ ശരീരത്തിൽ അമിത ഭക്ഷണം ചെന്ന് കഴിഞ്ഞാൽ അമിത കൊഴുപ്പ ഉണ്ടാകുന്നത്. കരളിനെ ബാധിക്കും. നമ്മൾ അലമാരയ്ക്കകത്ത് കൊണ്ട് വസ്ത്രം തിരികെ വെക്കുന്നത് പോലെ ആദ്യം കിട്ടുന്ന ആഹാരങ്ങൾ, ആമേൻ, അത് അമിതമാകുമ്പോൾ, ശരീരത്തിന്റെ കൊഴുപ്പ് അധികമാകുമ്പോൾ അത് കരളിൽ കൊണ്ടുവെക്കും, അറകളിൽ കൊണ്ടുവെക്കും. അവിടുന്ന് പിന്നീട് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലേക്ക് അത് കൊണ്ടുവച്ചിട്ട് നമ്മൾ തടിച്ചുരുളും. പ്രൈസ് ദി ലോർഡ്. അതാണ് കൊടവയറും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആമീൻ ഉരുണ്ടുരുണ്ട് നടക്കുന്നത്. അതൊക്കെ അമിത ഭക്ഷണം കൊണ്ടുണ്ടാകുന്നതാ. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തായിത്തീരുക? രോഗികളായി തീരുക. ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മൾ കുറയുകയാണ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മുടെ ഭക്ഷണം ആ ലെവലിലൂടെയാ. ഇന്ന് എല്ലാവർക്കും ഫാസ്റ്റ് ഫുഡാ ഇഷ്ടമല്ലേ? ആമീൻ. മാത്രമല്ല ജങ്ക് ഫുഡുകളാണോ എല്ലാവർക്കും ഇഷ്ടം? ആമീൻ. പെട്ടെന്ന് ആമീൻ ജനം മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളെ, ആമീൻ, ഇന്ന് വിശ്വാസി അമിത ഭക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കാതെ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും പ്രാധാന്യം കൊടുത്ത് സമയം വേർതിരിക്കണമെന്നാണ് അപ്പോസ്തലൻ ഇവിടെ നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നത്. ആമീൻ. അതുകൊണ്ട് മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലും 1 കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായത്തിന്റെ 31-ാം വാക്യവും കൂടി നമ്മൾ ഒന്ന് വായിച്ചാട്ടെ പെട്ടെന്ന്. മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഉപവാസവും പ്രാർത്ഥനയിലും ആയിരിക്കുന്ന ദൈവമക്കൾക്ക് ദൈവത്തിന്റെ വചനം കൊണ്ടും ജീവിക്കാൻ പറ്റും. ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ എന്റെ ജീവിതത്തിലെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഞങ്ങൾ ഒരിക്കലും ഹരിയാനയിലായിരിക്കുന്ന സമയത്ത് ഒരു വലിയ സാത്താന്യ ശക്തി എന്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരിയിലേക്ക് കടന്നു വന്നു. രാത്രി കാലത്താണ്. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വെള്ളം വേണമെന്ന് പ്രാർത്ഥിച്ച് സാത്താൻ വിട്ടുപോയി. പക്ഷെ അന്ന് ഞങ്ങൾ ചെറുപ്പമാണ്. ഞാൻ അന്ന് പെന്തക്കോസിലൊന്നുമല്ല. എനിക്ക് ഇതിനെപ്പറ്റി കാര്യമായ അറിവുകളുമില്ല. പക്ഷെ എനിക്കന്ന് ശത്രുവിന്റെ മേൽ അധികാരം ഞാൻ പ്രാർത്ഥിച്ച് ആ ദുഷ്ടശക്തിയെ വിട്ടു. പക്ഷെ കൂട്ടുകാരി പറഞ്ഞു വെള്ളം വേണമെന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞു, മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നൊക്കെ പറഞ്ഞ് ആമേൻ കിടത്തി. അപ്പൊ അവള് പറഞ്ഞു നേരം വെളുത്ത് നിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞു. സ്തോത്രം. ആമേൻ. ഞാൻ പറയട്ടെ, അങ്ങനെയല്ല. നമുക്ക് ലോകത്തിൽ ഭക്ഷണം വേണേ, എന്നാൽ ആത്മീയ മനുഷ്യനെ വളർത്തിയില്ല എങ്കിൽ, നമ്മുടെ അകത്തെ മനുഷ്യൻ നാൾത്തോറും ബലപ്പെട്ടില്ല എങ്കിൽ, സ്വർഗീയമാകുന്ന ഭോജനം നമ്മൾ ഭക്ഷിച്ചില്ല എങ്കിൽ, നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ തടിച്ചുരുണ്ട് വരും. അകമേയുള്ള മനുഷ്യൻ ശുഷ്കിച്ച് സൊമാലിയയിലെ കുട്ടികളെ പോലെയാകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ അകത്തെ മനുഷ്യൻ നാൾക്കുനാൾ ബലപ്പെടണം. അകത്തെ മനുഷ്യൻ ദൈവകൃപ അനുഭവിക്കണം. അതിനെന്ത് വേണം? കർത്താവിന്റെ വായിൽ നിന്ന് വീഴുന്ന വചനങ്ങൾ, അവന്റെ വചസ്സുകൾ നമ്മൾ പ്രാപിച്ചെടുക്കുന്നവരായി മാറണം. പ്രൈസ് ദി ലോർഡ്. ഇനി നമുക്ക് ഹല്ലേലൂയ കൊരിന്ത്യ ലേഖനം കൂടെ ഒന്ന് വായിച്ചാട്ടെ. കൊരിന്ത്യർ 10:31. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. തിന്നാലും കുടിച്ചാലും അതിഭക്ഷണത്തിന് പോകണ്ട. ദൈവം ശുദ്ധീകരിച്ചതിനെ നമുക്ക് ഭക്ഷിക്കാമെന്ന് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? തിന്നാലും കുടിച്ചാലും ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ആയിരിക്കണം. കുടിയനുമാകാൻ പാടില്ല. ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി കർത്താവ് എന്ത് തരുന്നോ അത് നമുക്ക് ഭക്ഷിപ്പാൻ നമുക്ക് അനുവാദമുണ്ട്. സ്തോത്രം. അതുകൊണ്ട് വിശ്വാസി എന്ത് ചെയ്യണം? അകത്തെ മനുഷ്യന് ബലപ്പെടുമാറ് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനങ്ങളെ കൂടി ഭക്ഷിക്കുവാൻ ശ്രമിക്കണം. ആമേൻ. അതിഭക്ഷണത്തിന് നമുക്ക് വിലക്കുണ്ട്. 2, ആമേൻ, മദ്യപാനം വർജിക്കണം. ഇന്ന് പല വിശ്വാസികളും ഞാൻ കണ്ടുവരുന്ന, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്, നിങ്ങൾ എന്നോട് പിണങ്ങുകയും ചെയ്യരുത്. ദൈവമക്കളെ, പല വിശ്വാസികളും ഇന്ന് പകൽക്കാലം മാമേൻ അവർ ആരാധനയ്ക്ക് പോകും, അവർ പ്രാർത്ഥനയ്ക്ക് പോകും, എന്നാൽ അവർ ഉപേക്ഷിക്കപ്പെട്ട മദ്യം വീണ്ടും ഉപയോഗിക്കുന്നവരാണ്. ആമേൻ. മദ്യ ലഹരിയിൽ അവർ ജീവിക്കുന്നവർ, ആമേൻ, സിഗരറ്റ് വലിക്കുന്നവർ. എനിക്കറിയാം പല വിശ്വാസികളെയും, അവരുടെ പേര് വിശ്വാസി എന്നുള്ളതാ, പക്ഷെ അവർ ദൈവത്തിനുള്ളവരല്ല. ദൈവമക്കളെ, ദൈവം വസിക്കുന്ന ആലയത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഓർമ്മിപ്പിക്കുകയാണ്. 1 കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായം അതിന്റെ 11
11 വേദഭാഗവും ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 21 വേദഭാഗവും കൂടി പെട്ടെന്നൊന്ന് വായിച്ചാട്ടെ. ായിട്ട് അവർക്ക് സംഭവിച്ചു. ലോക അവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. കർത്താവ് ബുദ്ധി ഉപദേശത്തിനായിട്ട് നമുക്ക് എഴുതിയിരിക്കുകയാണ്. കർത്താവിന്റെ വരവ് അടുത്തിരിക്കുക. അവന്റെ വരവെങ്കിൽ ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതിയിരിക്കുക. എന്താണ്? ഗലാത്യർ 5:21. അശുദ്ധി, ദുഷ്കാമം, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവ ദൈവരാജ്യം അവകാശമാക്കുകയില്ലെന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. മുൻകൂട്ടി. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് പറയുക, ഈ മദ്യപാനവും വെറിക്കൂത്തും ഒക്കെ വർജിക്കണം. വിശ്വാസിക്ക് വേണ്ടാത്ത കാര്യങ്ങളാണ്. ആ ലിസ്റ്റിലേക്ക് നമ്മൾ കടന്നാൽ നമുക്ക് ടൈം ഒത്തിരി പോകും. അതുകൊണ്ട് ദൈവാത്മാവ് പറയുകയാണ്, മുൻകൂട്ടി ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അനുഷ്ഠിക്കണം. ദൈവമക്കളെ, അതിഭക്ഷണം നമുക്ക് പാടില്ല. 2, മദ്യപാനവും വെറിക്കൂത്തും ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ലിസ്റ്റുകൾ ഉണ്ടല്ലോ, അത് നമുക്ക് പാടില്ല. 3-ാമതായിട്ട് ഒന്ന് വായിച്ചാട്ടെ, വിഗ്രഹാർപ്പിതം നമുക്ക് പാടില്ല. 1 കൊരിന്ത്യ ലേഖനം 8-ാം അധ്യായം അതിന്റെ 1 മുതൽ 12 വരെയും 10-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വേദഭാഗവും നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ അകത്ത് വിഗ്രഹാർപ്പിതത്തെ കുറിച്ച് വ്യക്തമായിട്ട് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 8-ന്റെ 1 മുതൽ 12 വരെയുള്ള വേദഭാഗം അത് എന്നാന്നറിയാം, അത് വായിച്ച് കേൾപ്പിക്കാം. ശരിക്കും വിഗ്രഹാർപ്പിതങ്ങൾ അതിന്റെ അകത്ത് എഴുതിയിരിക്കുന്നു. വിഗ്രഹാർപ്പിതങ്ങളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിവുണ്ട് എന്ന് നമുക്കറിയാം. അറിവ് അഹങ്കരിക്കുന്നു, സ്നേഹമോ ആത്മീയ അഭിവൃദ്ധി ഉണ്ടാക്കുന്നു. തനിക്ക് എന്തെങ്കിലും അറിയാമെന്ന് ഒരുവന് തോന്നുന്നുവെങ്കിൽ അറിയേണ്ടതുപോലെ അവൻ ഇന്നുവരെയും അറിഞ്ഞിട്ടില്ല. വിഗ്രഹാർപ്പിതം പാടില്ല എന്ന് നമുക്കറിയാം, പക്ഷെ അറിയേണ്ടതുപോലെ ഇതുവരെ അറിഞ്ഞിട്ടില്ല. കാരണം ഒരുവൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. വിഗ്രഹാർപ്പിതങ്ങൾ ഭക്ഷിക്കുന്നതിനെ കുറിച്ച് ലോകത്തിൽ വിഗ്രഹം ഒന്നുമില്ലാത്തതാകുന്നുവെന്നും ഏക ദൈവമല്ലാതെ ദൈവമില്ലെന്നും നാം അറിയുന്നു. നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഇതൊക്കെ. എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന് പേരുള്ളവരുണ്ടെങ്കിലും അനേക ദേവന്മാരും അനേക കർത്താക്കന്മാരും ഉണ്ട് എന്ന് പറയുന്നുവല്ലോ. ഞാൻ പറയട്ടെ, ഇന്ന് വിശുദ്ധൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. പരിശുദ്ധൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് പകൽക്ക് നമ്മളെല്ലാം വിശുദ്ധരാണെങ്കിലും വിശുദ്ധൻ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന് പേരുള്ളവർ ഉണ്ടെങ്കിലും ആമേൻ, അനേക ദേവന്മാരും അനേക കർത്താക്കന്മാരും ഉണ്ട്. ഹല്ലേലൂയ. അവിടെ പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. യേശു ക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലതും ഉളവായി അവൻ മുഖാന്തരം നാം ജീവിക്കുകയും ചെയ്യുന്നു. എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല. ചിലർ വിഗ്രഹങ്ങളോടുള്ള ചിരപരിചയ നിമിത്തം വിഗ്രഹാർപ്പിതം എന്ന് തന്നെ ചിന്തിച്ച് ഭക്ഷിക്കുന്നു. അവരുടെ മനസാക്ഷി ബലഹീനമായതുകൊണ്ട് അശുദ്ധമായി തീരുന്നു. ഒരമ്മാമ ഒരിക്കലെ ഹല്ലേലൂയ 40 പോയി മരണത്തിൽ. ആമേൻ സഹോദരന്റെ. അപ്പം അന്ന് സാക്ഷ്യം പറയാനായിട്ട് എഴുന്നേറ്റപ്പം അമ്മാമ പാടി, ആരുമറിയാത്ത ശ്രേഷ്ഠ ഭോജനം ഞാൻ ഭുജിച്ചു നിത്യം ജീവിച്ചിടുന്നു. ആ പാസ്റ്റർ ബുദ്ധിമാനായിരുന്നു. പാസ്റ്റർ എല്ലാരും പോയി കഴിഞ്ഞപ്പോ ചോദിച്ചു, അമ്മാമ എന്നാ ആരും അറിയാത്ത കഴിച്ചത്? പറഞ്ഞു, 40-ന്റെ എന്റെ സഹോദരന്റെ 40-ന് കൊടുത്തിരുന്ന ഈയപ്പം ഞാൻ തിന്നെ. ദൈവമക്കളെ, നമുക്കത് കഴിക്കരുത് എന്നറിയാം. എന്നാൽ എന്താ സംഭവിച്ചേ? അത് വിഗ്രഹങ്ങളോടുള്ള പരിചയം നിമിത്തം വിഗ്രഹാർപ്പിതം എന്ന് ചിന്തിച്ചില്ല. അത് അവരുടെ മനസ്സാക്ഷി ബലഹീനമായതുകൊണ്ട് അത് അശുദ്ധമായി അവർക്ക് തോന്നിയുമില്ല. എന്നാൽ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ഉള്ളവരുണ്ട് ഇന്ന് വിശ്വാസത്തിൽ. അതുകൊണ്ടാണ് ഈ വേദഭാഗം ഞാൻ വായിച്ചത്. എന്നാൽ ആഹാരം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. ഭക്ഷിക്കാതിരുന്നാൽ നമുക്ക് നഷ്ടമില്ല, ഭക്ഷിച്ചാൽ ആദായവുമില്ല. ഒത്തിരി ഭക്ഷിച്ചാൽ അമിത ഭക്ഷണം നമുക്ക് ആദായമല്ല, നഷ്ടമുണ്ടാക്കും, ആശുപത്രി പോകേണ്ടി വരും. എന്നാൽ കഴിക്കാതിരുന്നാലും വലിയ കുഴപ്പമില്ലെന്ന് വെച്ചാൽ ഉപവസിക്കണമെന്നുള്ളതാണ് അപ്പോസ്തലൻ ഇവിടെ ആഗ്രഹിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം ബലഹീനന്മാർക്ക് യാതൊരു വിധത്തിലും ഇടർച്ചയ്ക്ക് കാരണമാകാതിരിക്കുവാൻ ശ്രദ്ധിച്ചുകൊള്ളുവീൻ. അറിവുള്ളവനായി നീ ക്ഷേത്രത്തിൽ ഭക്ഷണത്തിനിരിക്കുന്നത് ഒരുവൻ കണ്ടാൽ അവൻ ബലഹീനനാണെങ്കിൽ അവന്റെ മനസാക്ഷി വിഗ്രഹാർപ്പിതങ്ങൾ ഭക്ഷിക്കുവാൻ തക്കവണ്ണം
ഉറക്കുകയില്ലയോ? നമ്മൾ അറിഞ്ഞുകൊണ്ട് പോയി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കരുത് ദൈവമക്കളെ. സ്തോത്രം. ഇന്ന് കുഴപ്പമില്ല, എല്ലാം സ്തോത്രം ചെയ്ത് കഴിക്കാമെന്നുള്ള ചിന്താഗതിയാണ് വിലക്കുണ്ട് നമുക്ക്. ഇങ്ങനെ സഹോദരന്മാർക്കെതിരെ പാപം ചെയ്ത് നമ്മുടെ ബലഹീന മനസാക്ഷിയെ മുറിവേൽപ്പിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനോട് പാപം ചെയ്യുന്നുവെന്ന് തിരിച്ചറിയണമെന്ന്. ആകയാൽ ആഹാരം എന്റെ സഹോദരന് ഇടർച്ചയായി തീരുമെങ്കിൽ എന്റെ സഹോദരന് ഇടർച്ച ഉണ്ടാകാതിരിക്കേണ്ടതിന് ഞാൻ ഒരിക്കലും ആമേൻ ഇങ്ങനെയുള്ള കാര്യം ചെയ്യത്തില്ല എന്ന് ആമേൻ തീരുമാനമെടുക്കണം. ആമേൻ. പരിശുദ്ധാത്മാവ് നമ്മെ വ്യക്തമായിട്ട് ഈ കാര്യം പഠിപ്പിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് എത്രയോ ആഴമേറിയ സത്യങ്ങളാണ്. ഇനി അതിന്റെ 10-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ഒരുവൻ ഇത് വിഗ്രഹാർപ്പിതമാണ് എന്ന് നിങ്ങളോട് പറഞ്ഞാൽ ആ അറിയിച്ചവൻ നിമിത്തവും മനസാക്ഷി നിമിത്തവും ഒന്നും ഭക്ഷിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ വിഗ്രഹാരാധന വിട്ടോടണം. ഇന്നും നമ്മൾ ഭക്ഷണ കാര്യങ്ങൾ ക്രമീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് കൊലോസ്യ ലേഖനത്തിൽ വായിച്ചത്, നിങ്ങൾ ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ച് എന്തുള്ളവരായിരിക്കണം? നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുന്നവരായിരിക്കണം. പാനീയങ്ങൾ, മദ്യപാനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ വിഗ്രഹാർപ്പിതം അത് പറഞ്ഞിരിക്കുന്നുണ്ട്. അമാവാസി, ശബത്ത് എന്നിവയുടെ കാര്യത്തിൽ ആരും നിങ്ങളെ വിധിക്കരുത്. സ്തോത്രം. അതുകൊണ്ട് ആമേൻ, സഹോദരനെ ഇടർച്ച വരുത്തുന്നത് ഹല്ലേലൂയ ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, അയോഗ്യമായി തിരുവത്താഴം ഭക്ഷിക്കുവാനും നമ്മൾ പോകരുത്. അതും ശിക്ഷാർഹമാണ്. ആമേൻ. ആഹാരത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് തിരുവത്താഴം 1 കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ അവിടെയും ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും ആകുന്നു. അനേകരും നിദ്ര കൊള്ളുന്നു. നാം തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. മതി. സ്തോത്രം. ഇവിടെ നമ്മള് വളരെ ആഴങ്ങളാണ്. കർത്തൃമേശയ്ക്ക് ദൈവദാസന്മാർ മുൻപിൽ നിന്ന് പറയും, അയോഗ്യമായി ഭക്ഷിക്കരുത്. ദൈവഹിതമല്ലാത്ത പ്രവൃത്തികളിൽ ഏർപ്പെട്ടിട്ട് നമ്മൾ ചെയ്യുവാൻ പോകുമ്പോൾ ദൈവമക്കളെ ശിക്ഷാർഹമാണ്. ഈ വചനം നിങ്ങൾ വളരെ ആഴങ്ങളിലേക്ക് എടുക്കണം. ആകയാൽ നമ്മൾ ഈ വായിച്ച വേദഭാഗങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ പല വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരും. എന്നാൽ ലോകത്തിൽ പാപം പ്രവേശിക്കുവാൻ കാരണം എന്താണ്? വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചത് മൂലമാണ് എന്ന് നാം ഓർക്കണം. ഏദൻ പൂങ്കാവനത്തിൽ ആദാമ്യ ദമ്പതികളോട് പറഞ്ഞു, നിങ്ങൾ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കരുത്, അരുതേ എന്ന് സ്വർഗം നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നാം അത് ചെയ്യണം. അത് ചെയ്യാൻ പാടില്ല. അരുതേ എന്ന് പറയുന്ന കാര്യങ്ങൾ നാം ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇവിടെ അരുതേ എന്ന പോസ്തോലനിലൂടെ പല കാര്യങ്ങൾ ആമേൻ പുതിയ നിയമത്തിൽ സുവിശേഷ ഭാഗങ്ങളിലും ലേഖനങ്ങളിലുമായി പല ഭാഗങ്ങളിലായിട്ട് അപ്പോസ്തലൻ ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന കൊലോസ്യ ലേഖനത്തിൽ ആഹാരത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു, ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ച് നിങ്ങൾ ആമൻ എന്ത് ചെയ്യണം? ശ്രദ്ധാലുക്കളായിരിക്കണം. പിന്നെ പെരുന്നാൾ, അമാവാസി, ശബത്ത്, ഇസ്രയേലിയർക്ക് 7 പെരുന്നാളുകളാണ് അന്ന് ഉണ്ടായിരുന്നത്. ഇസ്രയേലിയർ 7 പെരുന്നാളുകൾ അവർക്ക് നിയമിക്കപ്പെട്ടു എന്ന് ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവയെല്ലാം പുതിയ നിയമ സത്യങ്ങളുടെ നിഴലുകളായിരുന്നതിനാൽ പൊരുളായവ വന്നതുകൊണ്ട് വീണ്ടും നിഴലുകളിലേക്ക് നമുക്ക് മടങ്ങിപ്പോകേണ്ട ആവശ്യമില്ല ദൈവമക്കളെ. ഇവിടെ അപ്പോസ്തലൻ അതാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ആമേൻ. യഹൂദ പഞ്ചഗ്രന്ഥത്തിലെ ആമേൻ ഒഴിവ് ദിവസങ്ങൾ പുതിയ നിയമ വിശ്വാസികൾക്ക് ബാധകമല്ല. ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 10-11 വേദഭാഗം വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഒന്ന് വായിച്ചാട്ടെ.
നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ദിവസങ്ങളും കാലങ്ങളും ഹല്ലേലൂയ പ്രമാണിക്കുക, ആചരിക്കുക. പ്രൈസ് ദി ലോർഡ്. ശബത്താചാരം ന്യായ പ്രമാണത്താൽ വന്നതാണ്. അത് ക്രിസ്തു മൂലം നീങ്ങി, കർത്താവ് അത് നീക്കി തന്നു. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-ാം വാക്യവും, എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 1-ാം വാക്യവും, ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 4-ാം വാക്യവും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് നടുവിലുണ്ടായിരുന്ന ന്യായ പ്രമാണത്തെ അതിന്റെ നടിച്ചുവറിടിച്ചു മാറ്റിക്കൊണ്ട് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഹല്ലേലൂയ അവന്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പുതിയ നിയമത്തിൽ നമുക്ക് കർത്താവിനെ ആരാധിക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ആമേൻ. പഴയ നിയമത്തിലെ 9 കൽപ്പനകളും ആചരിപ്പാൻ പുതിയ നിയമത്തിൽ നമുക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ശബത്താചാരത്തെ കുറിച്ച്, പെരുന്നാൾ, വാവ് എന്നിവയെ കുറിച്ചോ യാതൊരു കൽപ്പനയും നമുക്ക് ലഭിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. അതിനെ ആചരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അരുത് എന്ന് പറഞ്ഞാൽ പാടില്ല. അത് പഴയ നിയമത്തിൽ മാത്രം. ബാക്കി 10 കൽപ്പനകളാണല്ലോ കൊടുത്തത്. അതിൽ 9 കൽപ്പനകൾ നമ്മൾ പാലിക്കണം. എന്നാൽ ഇത് നമുക്ക് പറഞ്ഞിട്ടില്ല. കർത്താവ് നമുക്ക് ഈ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ പഴയ നിയമത്തിലെ 9 കൽപ്പനകളും ആചരിപ്പാൻ പുതിയ നിയമത്തിൽ നമുക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട്. എന്നാൽ ശബത്താചാരത്തെ കുറിച്ചോ പെരുന്നാള്, വാവ് എന്നിവയെ കുറിച്ചോ യാതൊരു കൽപ്പനയും നമുക്ക് ലഭിച്ചിട്ടില്ല. ഇത് കർത്താവും അപ്പോസ്തലന്മാരും ലംഘിച്ചിട്ടുള്ളതും ശബത്ത് മാത്രമാണ്. ഹല്ലേലൂയ. വിശ്വാസികളുടെ ഹൃദയത്തിലുള്ള ആത്മീയ സ്വസ്ഥതയുടെ നിഴൽ മാത്രമാണ് ദൈവമക്കളെ ശബത്ത്. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വേദഭാഗം ഒന്ന് വായിച്ചാട്ടെ. മത്തായി 11:29. താഴ്മയും ഉള്ളവനാകയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. നമുക്ക് സ്വസ്ഥത ലഭിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവിന്റെ പാതയെ പിൻപറ്റണം. കർത്താവ് നമ്മളോട് പറഞ്ഞത് നാം അനുസരിക്കുന്നവരായിട്ട് മാറണം. പ്രൈസ് ദി ലോർഡ്. ശബത്ത് ദൈവമക്കളെ നമ്മളെ ഒരാചാരമായിട്ട് എടുക്കരുത്. ശബത്തിന്റെ അനുഭവമാണ് ദൈവമക്കൾക്ക് ശേഷിച്ചിട്ടുള്ളത്. സ്തോത്രം. അതുകൊണ്ട് എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ശബത്തും ഇത് ശബത്ത് ആചാരമല്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആ വാക്യം കൂടെ ഒന്ന് വായിക്കാം. ഒന്ന് വായിച്ചാട്ടെ. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ശബത്ത് ഇന്ന് പകൽക്കാലം ആചാരമായിട്ടല്ല, ഹല്ലേലൂയ, ശബത്തിന്റെ ഒരു അനുഭവമാണ് പുതിയ നിയമസഭയ്ക്ക് വേണ്ടിയത്. ഹല്ലേലൂയ. ദൈവ മക്കൾ ശബത്തിന്റെ അനുഭവത്തിലേക്ക് വരണം. ഹല്ലേലൂയ. ശബത്തും വാവും ചേർത്ത് പറഞ്ഞിരിക്കുന്ന പല ഭാഗങ്ങളും നമുക്ക് വായിക്കാനായിട്ട് കഴിയും. വചനം പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് പെരുന്നാളും വാവും ശബത്തും ഒക്കെ ഇസ്രായേലിയർക്കായിരുന്നു. അത് പഴയ നിയമത്തിൽ ഉള്ളവർക്കായിരുന്നു. നമുക്ക് പുതിയ നിയമ വിശ്വാസികൾക്ക് അത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആമേൻ, ഈ ശബത്താചാരം ഇന്നും നിലനിൽക്കുന്നുണ്ട്. ശബത്തുകാരെന്ന് പറയുന്ന ഒരു കൂട്ടർ ഇന്നുമുണ്ട്. അവർ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുക വിശ്വാസികളെ. അതുകൊണ്ട് ദൈവമക്കളെ തെറ്റിപ്പോകാതിരിപ്പാൻ തക്കവണ്ണം നിങ്ങൾ വളരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ആമേൻ തിരുവചനത്തിലൂടെ അപ്പോസ്തലൻ ഇവിടെ കൊലോസ്യ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മെയും ആമേൻ ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിന്റെ അകത്ത് ഒരു ഭാഗം കൂടെ പറയുന്നുണ്ട്. അതുകൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, അമാവാസി, ശബത്ത് എന്നിവയുടെ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ആ വാക്യം അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആരും നിങ്ങളെ വിധിക്കരുത്. അപ്പം തിന്നാത്തവൻ തിന്നുന്നവനെ വിധിക്കരുത് എന്ന് റോമാലേഖനം 14-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. സഹോദരന്മാരെ വിധിക്കുന്നവൻ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടി വരും. അല്ലെ? റോമാലേഖനം ഒന്ന് വായിച്ചാട്ടെ. 14-ാം അധ്യായം എന്റെ 10-ാം വാക്യം. എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? അല്ല, നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത്? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപിൽ
നിൽക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ആരെയും വിധിക്കാനായിട്ട് അവകാശമില്ല. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആരും നിങ്ങളെ വിധിക്കാതിരിപ്പാൻ നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കണം. ഹല്ലേലൂയ. അവിടെ തെറ്റായ പഠിപ്പിക്കലുകൾ കൊലോസ്യ വിശ്വാസികൾക്ക് അന്ന് ഉണ്ടായിരുന്നു. ഈ തെറ്റായ പഠിപ്പിക്കലുകളിൽ നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കണമെന്ന് വ്യക്തമായി അപ്പോസ്തലൻ പഠിപ്പിക്കുമ്പോൾ നമ്മോടും ഇന്ന് ഈ പകൽക്കാലം ഇത് തന്നെയാണ് പറയുന്നത്. നാം ഒഴിഞ്ഞു നിൽക്കുവാൻ വളരെ ശ്രദ്ധാലുക്കളായി മാറണം. മാത്രം സഹോദരനെ വിധിക്കുന്നവൻ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടി വരും. അതിന്റെ യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചേ. സഹോദരന്മാരെ, അന്യോന്യം ദുഷിക്കരുത്. തന്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ ദുഷിക്കുകയും ന്യായപ്രമാണത്തെ വിധിക്കുകയും ചെയ്യുന്നു. തന്റെ സഹോദരനെ വിധിക്കരുത്. ഹല്ലേലൂയ. ന്യായപ്രമാണത്തെ ദുഷിക്കുക അത് ചെയ്തു കഴിഞ്ഞാല്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം അപ്പോസ്തലനായ പൗലോസ് പറയുക, ആരും നിങ്ങളെ വിധിക്കരുത്. പിന്നെ അന്നത്തെ കാലത്ത് സന്യാസ ജീവിതത്തിന്റെ വിലക്കുകളും നിബന്ധനകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോസ്തലൻ ഇവിടെ അങ്ങനെയാണ് ഇത് അർത്ഥമാക്കിക്കൊണ്ട് പറയുന്നത്. അപ്പോൾ ന്യായപ്രമാണം സന്യാസ ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വിവാഹം കഴിക്കുന്നത് ഏറെ നല്ല, വിവാഹം കഴിക്കുന്നത് നന്ന്, കഴിച്ചില്ല എങ്കിൽ ഏറെ നന്നെന്നാണ് പറയുന്നത്. അപ്പൊ സന്യാസ ജീവിതത്തെ ഒന്നും തിരുവചനത്തിലൂടെ അപ്പോസ്തലൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അശുദ്ധമായത് വർജിക്കണമെന്ന് മാത്രമേ ന്യായപ്രമാണം പറയുന്നുള്ളൂ. അല്ലാതെ സന്യാസ ജീവിതം ഒന്നും നയിക്കണമെന്നൊന്നും ഇത് പറയുന്നില്ല. അതുകൊണ്ട് കൊലോസ്യയിലെ വേദവിപരീത ഉപദേശക്കാർക്ക് തങ്ങളുടെ സ്വന്തം വിലക്കുകളും ആചാരങ്ങളും ന്യായപ്രമാണത്തോട് കൂട്ടിച്ചേർത്ത് അവർ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിരിക്കുമ്പോൾ താപസവൃത്തിയെ അവർ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അന്ന് ഞാൻ പറഞ്ഞല്ലോ, അന്നത്തെ ആളുകള് എസേന്യർ എന്ന് പറയുന്ന കൂട്ടരുണ്ട്. അവർ തപസ് ചെയ്യുവാനും ആ കല്യാണം കഴിക്കാതൊക്കെ ഇരിക്കുവാനും ഒക്കെ അവർ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. ആ വിവാഹത്തിന് വിലക്കൊക്കെ കൽപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അത് ന്യായപ്രമാണത്തോട് കൂട്ടിച്ചേർത്തിട്ട് പാടില്ല എന്നൊക്കെ തെറ്റായ പഠിപ്പിക്കലുകളാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അപ്പോസ്തലൻ ഇവിടെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല, അതിനെ ഖണ്ഡിക്കുകയാണ് ഈ വാക്യങ്ങളിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവയൊക്കെയും വരുവാനുള്ളവയുടെ നിഴൽ മാത്രമത്രേ, അതല്ലേ നമ്മൾ വായിച്ചത്. എന്നിവയുടെ ഈ ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, അമാവാസി, ശബത്ത് എന്നിവയുടെ കാര്യത്തിലോ ആരും നിങ്ങളെ വിലക്കരുത്. ഇവ വരുവാനുള്ളവയുടെ നിഴൽ മാത്രമാണ്. വാക്യം 17. ഇവ വരുവാനുള്ളവയുടെ നിഴൽ മാത്രമാണ്, യഥാർത്ഥമായതോ ക്രിസ്തു അത്രേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവയൊക്കെയും വരുവാനുള്ളവരുടെ നിഴൽ മാത്രമാണ്. ഹല്ലേലൂയ. ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഇവയൊക്കെ വരുവാനുള്ളവയുടെ നിഴലത്രേ. അപ്പൊ ദേഹം എന്നതോ നമ്മുടെ ക്രിസ്തുവിനുള്ളതാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. എടുത്തെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. എബ്രായർ 10:1. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായക കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. അപ്പോ ന്യായപ്രമാണം വരുവാനുള്ളവയുടെ നിഴലത്രേ. നമ്മുടെ ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളതാണ്. അതുകൊണ്ട് നിഴൽ ഉണ്ടാകുന്നതിന് ശരീരം ആവശ്യമാണല്ലോ. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ നിഴലുകളായിരുന്നു ഇവയെന്ന് അപ്പോസ്തലൻ ഇവിടെ സമർത്ഥിക്കുക. സഭയാകുന്ന ശരീരവും വിശ്വാസിയുടെ ശരീരവും ക്രിസ്തുവിൻ്റെത് തന്നെയാണ്. 1 കൊരിന്ത്യർ 6:15 അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തലയോട് ബന്ധപ്പെട്ട് നിന്നെങ്കിൽ മാത്രമേ ദൈവമക്കളെ ശരീരത്തിന് നിലനിൽപ്പുള്ളൂ. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 6:15 വായിച്ച എന്നാലേ അത് കംപ്ലീറ്റ് ആക്കത്തുള്ളൂ. 1 കൊരിന്ത്യർ 6:15. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്നു എന്ന് അറിയുന്നില്ലയോ? ക്രിസ്തുവിന്റെ അവയവങ്ങളെ ഞാൻ എടുത്ത് വേശ്യയുടെ അവയവങ്ങൾ ആക്കുമോ? വേശ്യയുടെ അവയവങ്ങൾ ആക്കാമോ? ഒരു നാളും അരുത്. ക്രിസ്തുവിൻ്റെതാണ്. സഭയാണ് നമ്മൾ. വിശ്വാസിയുടെ ശരീരം ക്രിസ്തുവിൻ്റെതാണ്. അത് തലയോട് ബന്ധപ്പെട്ട് നിന്നെങ്കിൽ മാത്രമേ ദൈവമക്കളെ നമ്മുടെ ശരീരത്തിന് നിലനിൽപ്പുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? വിശ്വാസി ആത്മീയമായി വളരണമെങ്കിൽ ക്രിസ്തുവിനോട് ബന്ധപ്പെടണം. ഇതാണ് ആമേൻ നമുക്ക്
ഈ വാക്യങ്ങളിലൂടെ കാണുവാനായിട്ട് കഴിയുന്നത്. 19 വാക്യത്തിൽ ഇത് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് ഇസ്രയേലിയർ ആഘോഷിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ, ആ പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വർജനം പ്രാപിച്ചുകൊണ്ട് അരുതേ എന്ന് പറയുന്ന കാര്യങ്ങൾ, ആരും നിങ്ങളെ വിധിക്കാതിരിപ്പാൻ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. അരുതേ എന്ന് പറയുന്ന കാര്യം ചെയ്യുവാൻ പിശാച് മുൻപിൽ അവസരങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിൽ നിന്ന് ജയം ഏറ്റെടുത്തുകൊണ്ട് ദൈവഹിതമല്ലാത്ത കാര്യങ്ങളെ വിട്ടിട്ട് ആമേൻ വിധിക്കപ്പെടാതിരിപ്പാൻ തക്കവണ്ണം ദൈവ കൽപ്പനകളെ അനുസരിപ്പാൻ ദൈവ ഇഷ്ടത്തിനായിട്ട് ജീവിതം ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. ദൈവം അനുവദിച്ചാൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ ചിന്തിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് പകൽക്കാലം ഇത്രത്തോളം സമയം ദൈവസന്നിധിയിലായിരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചല്ലോ. അവന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ആയിരിക്കാനും അനേക വിഷയങ്ങൾ പ്രാർത്ഥിപ്പാനും ദൈവം കൃപ നൽകി. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ തിരുവചന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് എത്തുവാൻ തക്കവണ്ണം കാരണമാക്കുകയും ചെയ്യണം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ സമയത്തിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ തക്കവണ്ണം ഓരോ വീഡിയോസ് ഇടുമ്പോഴും അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ഇടയാകും. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. നിങ്ങൾക്ക് ദൈവിക സന്ദേശം ഈ ബൈബിൾ സ്റ്റഡി താല്പര്യമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കാൻ മറന്നു പോകരുത്. നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ എഴുതി അറിയിക്കണം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. കർത്താവെ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഇത്രത്തോളം സമയം തിരുവചനത്തിൽ ഞങ്ങൾക്കായിരിക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. അയോഗ്യമായി ഞങ്ങളുടെ ജീവിതം നയിക്കുവാൻ ഇടവരാതെ വണ്ണം തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന അരുതുകളെ ഞങ്ങളുടെ ജീവിതത്തിൽ വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നതിനെ മാത്രം അനുസരിച്ച് ജീവിപ്പാൻ കൃപ നൽകിയാട്ടെ. അതിനായിട്ട് ഏൽപ്പിക്കുന്നു. ഇന്ന് കടന്നു വന്ന ഇത് വചനം ശ്രദ്ധിച്ച ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇനി ഈ വചനം കേൾക്കപ്പെടുവാൻ യൂട്യൂബിലൂടെ ഈ വചനം കേൾക്കപ്പെടുവാൻ പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.